ഇൻഡോ ട്രാൻസ്വേൾഡ് ചേംബർ ഓഫ് കോമേഴ്സ് മെയ് 5-ാം തീയതി കോഴിക്കോട് ഒരു വലിയൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ്. പവർ ഓഫ് ഫാമിലി ബിസിനസ് എന്നുള്ളതാണ് ടോപ്പിക്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരുപാട് പേർ ഫാമിലി ബിസിനസ് ചെയ്യുന്നുണ്ട്. തലമുറകളായി ചെയ്യുന്ന ആളുകളുണ്ട്, സെക്കൻഡ് ജനറേഷൻ ചെയ്യുന്നവരുണ്ട്, തേർഡ് ജനറേഷൻ ചെയ്യുന്നവരുണ്ട്, പലരും ഫാമിലി ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ തുടങ്ങി വെച്ച സംരംഭങ്ങളാണ്. ആ സംരംഭങ്ങൾ ഓരോ ജനറേഷൻ വരുമ്പോഴും ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇന്നത്തെ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. നമുക്കറിയാം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും ടെക്നോളജിക്കൽ ജയൻസുമാണ് ഇന്നത്തെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജിയാണ് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. പഴയ ഫ്യൂഡലിസം മാറി ടെക്നോ ഫ്യൂഡലിസമായ കാലഘട്ടമാണ്. അപ്പോൾ ഈ മാർക്കറ്റിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ ചേഞ്ചും, പ്രോഡക്റ്റിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചേഞ്ച്, ആളുകളുടെ ആവശ്യങ്ങൾ, പഴയ തരത്തിലുള്ള 30 കൊല്ലം മുമ്പുള്ള ഒരാളുടെ ആവശ്യമല്ല ഇന്നത്തെ ആവശ്യം. ഇന്നത്തെ പ്രോഡക്റ്റ് വേറെയാണ്. ഏതാണ് മാർക്കറ്റിലെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്താണ്? ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് പുറത്തിറക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏറ്റവും പുതിയ രീതിയിൽ ഏറ്റവും ഭംഗിയായി ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിനോടുകൂടി എങ്ങനെയാണിത് ചെയ്യുന്നത് തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അപ്പോൾ പഴയ ആളുകൾ അവരുടെ കാലഘട്ടത്തിൽ ചെയ്തത് അതുപോലെ തുടരുകയല്ല. പുതിയ ഇന്നൊവേഷൻസ്, പുതിയ കാര്യങ്ങൾ, പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് പുതിയ ജനറേഷൻ അത് മുന്നോട്ട് പോകണം. ഇന്നത്തെ കാലത്തെ ബിസിനസ് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെ അതിജീവിക്കാൻ പരസ്പരം ബന്ധപ്പെടും, പരസ്പരം സഹായിച്ചും ഈ ഫാമിലി ബിസിനസ് നടത്തുന്നവർ തമ്മിൽ ഈ കുടുംബങ്ങൾ തമ്മിൽ ഉള്ള വലിയ സൗഹൃദങ്ങൾ, കുടുംബത്തിനകത്ത് സൗഹൃദം ഉണ്ടാകണം, കുടുംബങ്ങളുടെ പുറത്തൊരു വലിയ സൗഹൃദം ഉണ്ടാകണം, പരസ്പരം സഹായിക്കണം. അതിനൊക്കെ കരുത്തു പകരുന്ന തരത്തിലാണ് ഒരു പവർ ഓഫ് ഫാമിലി ബിസിനസ് എന്ന് പറയുന്ന ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഒരു ബിസിനസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ഈ കോൺക്ലേവിന് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എല്ലാ ആശംസകളും നേരുന്നു.